എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 1 കുറിച്ചാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്, ചെറുതാണ്, ബട്ട് പവർഫുള്ളാണ്, വളരെ ശക്തമത്താണ്. ഇതിൻ്റെ ഹെഡിങ് ടൈറ്റിൽ എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നാണ്. ഇന്ത്യ എന്ന യൂണിയൻ, അതിൻ്റെ ഭൂവിഭാഗങ്ങൾ. എന്താണ് ഇന്ത്യ, ആരാണ് ഇന്ത്യക്കാർ എന്ന് കൃത്യമായി നിർവചിക്കുകയാണ് പാർട്ട് 1 ചെയ്യുന്നത്. ഇതിൽ 4 ആർട്ടിക്കിളാണുള്ളത്, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരത്, രണ്ടുപേരുണ്ട്. ഹിസ്റ്റോറിക്കലി ഭാരത്, മോഡേൺ ഐഡൻറ്റിറ്റി ഇന്ത്യ. ഈ രണ്ടുപേരും ഉൾക്കൊണ്ട് 2 അഭിപ്രായം ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന് വേണോ ഭാരത് എന്ന് വേണമെന്ന്. രണ്ടുപേരും ബോത്ത് ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള 2 പേരാണ് ഇന്ത്യ ആൻഡ് ഭാരത്. നമ്മൾ 2 പേരും സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യൂണിയൻ ഈസ് ഇൻഡസ്ട്രിക്റ്റബിൾ ബട്ട് സ്റ്റേറ്റ്സ് ആർ നോട്ട് എന്നാണ് അംബേദ്കറുടെ ഫേമസ് ലൈൻ. തൊടാൻ പറ്റില്ല ഇന്ത്യ എന്ന യൂണിയനെ, അത്ര ശക്തമത്താണ്. പക്ഷേ സ്റ്റേറ്റ്സിന് മാറ്റം വരാം, സംസ്ഥാനങ്ങൾക്ക് മാറ്റം വരാം. ഇത് ഒരു കനേഡിയൻ ഫോം ഓഫ് ഗവൺമെൻറ്റിൽ പെട്ടാണ്. അവിടെ ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ആ രീതിയാണ്. കാരണം നമ്മൾ അമേരിക്കയിൽ ഒരു ഫെഡറേഷനാണ്. അമേരിക്ക ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഫെഡറേഷൻ എന്ന് പറയും. പക്ഷേ അവിടെ സംസ്ഥാനങ്ങൾ ആണ് ഒരു രാജ്യം രൂപീകരിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റിലൂടെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഈസ് നോട്ട് ക്രിയേറ്റഡ് ബൈ സ്റ്റേറ്റ്സ് ബട്ട് സ്റ്റേറ്റ്സ് ആർ ക്രിയേറ്റഡ് ബൈ ഇന്ത്യ. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ഇന്ത്യയാണ്, ഇന്ത്യ രൂപീകരിച്ച സംസ്ഥാനങ്ങൾ തമ്മിലല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫെഡറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫെഡറേഷൻ. പക്ഷേ ഇൻ സ്ട്രക്ചർ ഇറ്റ് ഈസ് എ യൂണിറ്ററി ആണെങ്കിലും ഇൻ സ്പിരിറ്റ് ഇറ്റ് ഈസ് എ ഫെഡറേഷൻ. സ്പിരിറ്റിൽ അതൊരു ഫെഡറൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് ആർട്ടിക്കിൾ 1. പിന്നെ ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് സ്റ്റേറ്റ്സ് ഉണ്ട്, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ആൻഡ് അക്വയർഡ് ടെറിട്ടറീസ് ഉണ്ട്. അത് അവിടെ ഒന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ഇത് 3 ചേർന്നാണ് ഇന്ത്യ. സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അക്വയർഡ് ടെറിട്ടറീസ് ഇനി ഭാവിയിൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രദേശങ്ങളെല്ലാം ചേർത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തിന് ഇന്ത്യൻ യൂണിയൻ ചേരണമെങ്കിൽ രാഷ്ട്രീയമായി ലയിക്കാം, അല്ലെങ്കിൽ മെർജ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കാം. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. 1975 സിക്കിം എന്നറിയപ്പെടുന്ന ഹിമാലയത്തിലെ താഴ്വരയിലൊരു ചെറിയ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. അത് നമ്മൾ സ്വാഗതം ചെയ്യുകയും നമ്മൾ ഇന്ത്യൻ യൂണിയനിലെ 22ാം സംസ്ഥാനമാക്കി സിക്കിമിനെ മാറ്റുകയും ചെയ്തു. ആർട്ടിക്കിൾ 2 ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് സിക്കിം ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. ഇനി ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് അൾട്ടറേഷൻ ഓഫ് ബൗണ്ടറീസ് ആണ്. പുതിയ സംസ്ഥാനങ്ങൾ വിവരിക്കാം, പാർലമെൻറ്റാണ് അധികാരം. ഇന്ത്യൻ പാർലമെൻറ്റ് പുതിയ സംസ്ഥാനം വിവരിക്കാം, അതിന് ബൗണ്ടറി മാറ്റാം, അതിന് വലിപ്പം കൂട്ടാം, വലിപ്പം കുറക്കാം, പേര് മാറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിനൊന്നും സംസ്ഥാനങ്ങൾ സമ്മതം വേണ്ട. പക്ഷേ പ്രസിഡൻറ്റ് ഒരു ബില്ല് അങ്ങോട്ട് അയച്ചു കൊടുക്കണം, അവരുടെ അഭിപ്രായം തേടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മാപ്പ് ചേഞ്ചിങ് ആർട്ടിക്കിൾ എന്നതിനെ വിളിക്കാം. അവസാനത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 4 ആണ്. ഓട്ടോമാറ്റിക്കലി ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 വരുന്ന മാറ്റങ്ങൾ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 4 വരണം, അത് അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ് ആർട്ടിക്കിൾ 4. ഇതിനെക്കുറിച്ച് വിശദമായി അടുത്ത വ്ലോഗിൽ